അഷ്കർ അലി കരിമ്പയിലേക്ക് നമ്മൾ പോവുകയാണ്. അഷ്കർ, 4 വിദ്യാർത്ഥിനികളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഏറെ ദാരുണം. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയവരാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മദർ കെയർ ആശുപത്രിയിലാണ്, പെരിന്തൽമണ്ണ. ഇവിടെയുള്ള പെൺകുട്ടിയെ ഇർഫാന എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു ഇവിടെ എത്തിച്ചിരുന്നത്. അവരുടെ മൃതദേഹം അല്പസമയത്തിനായി ഇവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തച്ചമ്പറ ഇസാഫ് ആശുപത്രിയിലായിരുന്നു 3 പെൺ വിദ്യാർത്ഥിനികളുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ പാലക്കാട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ആ 3 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 4 മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇനി അവിടെ നിന്നുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിദാരുണമായ അപകടം 3:45 ഇത്തരത്തിലുണ്ടാവുന്നത്. കരിമ്പ പഞ്ചായത്തിൽ കരിമ്പ പള്ളിപ്പടിക്ക് സമീപം പനയമ്പാടം എന്ന് പറയുന്ന അപകട വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ തോതിലൊരു ലോറി മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് മുകളിൽ 5ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മുകളിലാണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ മറ്റ് 4 വിദ്യാർത്ഥികളെയും ജീവൻ നഷ്ടമാകുന്ന ഒരു ദുരന്തത്തിലാണ് അപകടം കലാശിച്ചത്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. അവരും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മദർ കെയർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. അവർ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ അധികൃതർ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ പനയമ്പാടത്താണെങ്കിൽ വലിയ തോതിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിനീത, പ്രതിഷേധം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അഷ്കർ, നേരത്തെ അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് അതായിരുന്നു, സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു വളവാണ്. അഷ്കറിന് അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. നേരത്തെയും അവിടെ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. ജനപ്രതിനിധികളോട് ഉൾപ്പെടെ പലതവണ ആവശ്യപ്പെട്ടിട്ട് നടപടികൾ ഉണ്ടായില്ല എന്നത് തന്നെയാണ് അവർ ഉയർത്തിയ വിഷയം. വിനീത, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ അവിടെ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയ നിർമ്മാണം അവിടെ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ ആ റോഡ് നിർമ്മാണം പുനർനിർമ്മാണം നടത്തിയ ഉടനെ തന്നെ വാഹനാപകടങ്ങൾ അവിടെ ഒരു പരമ്പര പോലെ ആരംഭിക്കുകയും ചെയ്തു. ഉടനെ തന്നെ വലിയ തോതിൽ നാട്ടുകാരടക്കം പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. അപകടം വലിയ തോതിൽ തുടർച്ചയായി ഉണ്ടായതോടെയാണ് പ്രതിഷേധങ്ങളുമായി സമരങ്ങളുമായി പ്രാദേശികമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും ജനകീയ കൂട്ടായ്മകൾക്കുമൊക്കെ തന്നെ പ്രതിഷേധം ആരംഭിച്ചത്. പക്ഷേ പിന്നീട് അത് അവിടെ ഒരു പ്രാഥമിക അറ്റകുറ്റപ്പണികൾ നടത്തിയത്, ആ റോഡിൽ JCB ഉപയോഗിച്ച് ഒരു ഗ്രിപ്പ് ഇടുന്ന ഒരു നടപടിക്രമവും അതുപോലെ തന്നെ അപകട വളവ് എന്നുള്ള രീതിയിലുള്ള സിഗ്നലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരമൊരു നടപടി ഉണ്ടാവാത്തത് തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ആശുപത്രി PR മദർ കെയർ ആശുപത്രി PR സംസാരിക്കുന്നുണ്ട്. പിടിക്കണ്ട. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് ചികിത്സ? ഇപ്പോൾ വണ്ടിയിലെ ഡ്രൈവറും ക്ലീനറും ഇവിടെ ചികിത്സയിലുണ്ട്. വണ്ടിയിലെ ഡ്രൈവർക്ക് വലിയ കുഴപ്പങ്ങളും ഗുരുതര പരിക്കുകളൊന്നുമില്ല. ക്ലീനറുടെ കാലിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് ഡൗട്ടുണ്ട്. എക്സ്റേ എടുത്ത് ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവർ ഇവിടെ വന്നപ്പോൾ ബ്രോഡഡ് ആയിരുന്നു. അവരെ ഇപ്പോൾ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോഡി എവിടെയുള്ള ആളുകളാണ്? കാസർഗോഡുകാരാണ്. മലയാളികൾ തന്നെയാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു മഹേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ക്ലീനർ എന്ന് പറയുന്നത് ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ചെറിയ പരിക്കുകളുണ്ട്. ഇല്ല, കാര്യമായ പരിക്കുകൾ. ഡിസ്ചാർജ് അത് ഡോക്ടേഴ്സ് കണ്ടിട്ട് തീരുമാനിക്കും. പോലീസുണ്ട്, കൂടെ ഉണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല. പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് അവർ പോലീസ് നോക്കുന്നുണ്ട്.